നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം, അറസ്റ്റിലായ പ്രതിയുടെ പിതാവ് കൊപ്പം പഞ്ചായത്ത് CPM മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. മണ്ണാർക്കാട് പൊറ്റശ്ശേരിയിൽ നഞ്ചയെന്ന് രേഖപ്പെടുത്തിയ 1.5 ഏക്കറോളം സ്ഥലം തരം മാറ്റാൻ അനുമതി നൽകിയത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം. സബ് കളക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ വൻ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും സമിതി അംഗങ്ങൾ. ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ ചൊല്ലി താലൂക്ക് വികസന സമിതിയിൽ ആക്ഷേപം. മാലിന്യങ്ങൾ സമയബന്ധിതമായി ശേഖരിക്കുന്നില്ലെന്നും പുതിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് QR കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേഗത്തിൽ നൽകുന്നില്ലെന്നും പരാതി. പ്രവർത്തനം അംഗീകൃത ഏജൻസിക്ക് നൽകാൻ തീരുമാനിച്ചതായി നഗരസഭ. പെരിന്തൽമണ്ണ താലൂക്ക് സമിതിയിൽ വീണ്ടും ഉദ്യോഗസ്ഥരുടെ അഭാവം. പങ്കെടുക്കാത്ത വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്തു. പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വകുപ്പ് തല മേധാവികളുടെ യോഗം വിളിക്കണമെന്ന് CPM പ്രതിനിധി. കായിക പ്രേമികൾക്കായി ചെർപ്പളശ്ശേരിയിൽ വരുന്നു ഓപ്പൺ ജിംനേഷ്യം. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഓപ്പൺ ജിംനേഷ്യം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു. പെരിന്തൽമണ്ണയിൽ ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിന് 46 സെന്റ് സ്ഥലം കൂടി നഗരസഭ ഏറ്റെടുക്കും. 48.76 സെന്റ് സ്ഥലം നേരത്തെ ഏറ്റെടുത്തിരുന്നു. BOT വ്യവസ്ഥയിലാണ് മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം, അറസ്റ്റിലായ പ്രതിയുടെ പിതാവായ കൊപ്പം പഞ്ചായത്ത് CPM മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിനെ മറികടന്ന് പഞ്ചായത്തിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ പ്രസിഡന്റിന്റെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഓഫീസിനകത്ത് കയറിയ പ്രവർത്തകരെ പുറത്താക്കാൻ പോലീസ് ലാത്തിവീശി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യപ്രതികളിൽ ഒരാളായ അഖിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് CPM അംഗം വേലായുധന്റെ മകനാണ്. വേലായുധൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസിനെ മറികടന്ന് പഞ്ചായത്തിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ പ്രസിഡന്റിന്റെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇത് സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ അധ്യക്ഷനായി. നേതാക്കളായ M രാധാകൃഷ്ണൻ, ഷാഫി കാരക്കാട്, MC മോസിൻ, ജമാൽ മപ്പാട്ടുകര, അനിൽ പുലാശ്ശേരി, TK ഷുക്കൂർ, കുട്ടാപ്പു എടപ്പലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ പറയുന്നു, വെറും പൂക്കോട്ട് ഒരു വെറ്റിനറി സർവകലാശാലയ്ക്ക് നടക്കുമ്പോഴല്ല, പട്ടാമ്പിയിൽ പോലും എല്ലാ കോളേജുകളിലും ഇതുപോലെ ഇടിമുറികളുണ്ട്. ഇതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പറയാനുള്ള ഇനിയുള്ള നമ്മുടെ പോരാട്ടം ആ ഇടിമുറികളൊക്കെ ക്ലാസ് മുറികളാക്കാനുള്ള ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോകണം. നമുക്ക് ഇതിനെതിരെ ശബ്ദമുയർത്തണം. കേരളത്തിന്റെ സർവകലാശാലകളിൽ, കോളേജുകളിലെല്ലാം SFIയുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് മാത്രമാണ് നടക്കുന്നത്. അതിനുള്ള പോരാട്ടം നമുക്ക് നടക്കണം. ആ പൊന്നുമോന് സിദ്ധാർത്ഥിന് നീതി കിട്ടും വരെയുള്ള പോരാട്ടം ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 280 സ്ഥലത്തും പ്രതിഷേധം നടക്കുകയാണ്.
റവന്യൂ രേഖകളിൽ നഞ്ചയെന്ന് രേഖപ്പെടുത്തിയ മണ്ണാർക്കാട് പൊറ്റശ്ശേരി വില്ലേജിൽ വിയക്കുറിശ്ശിയിലെ 1.5 ഏക്കറോളം സ്ഥലം തരം മാറ്റാൻ അനുമതി നൽകിയത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് താലൂക്ക് വികസന സമിതി. സബ് കളക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വൻ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും വികസന സമിതി അംഗങ്ങൾ ആരോപിച്ചു. വിയക്കുറിശ്ശിയിൽ ദേശീയപാതയോട് ചേർന്നുള്ള 1.5 ഏക്കറോളം സ്ഥലമാണ് മണ്ണിട്ട് നികത്തിയത്. സർക്കാർ രേഖകളിൽ നഞ്ച എന്ന് രേഖപ്പെടുത്തിയ സ്ഥലം എന്തടിസ്ഥാനത്തിലാണ് തരം മാറ്റിയതെന്ന് PR സുരേഷ് ചോദിച്ചു. വില്ലേജ് രേഖകളിൽ നഞ്ച എന്നാണ് കാണുന്നതെങ്കിലും നെൽകൃഷിക്ക് യോജ്യമല്ലാത്ത വിധം മറ്റ് വിളകൾ കൃഷി ചെയ്യുന്നതാണെന്നും ഡാറ്റാ ബാങ്ക് പരിശോധിച്ചതിൽ ഈ സ്ഥലത്തിന്റെ സർവേ നമ്പർ വിട്ടുപോയതായാണ് കാണുന്നതെന്നും കാണിച്ച് 2018 വില്ലേജ് ഓഫീസർ നൽകിയ ശുപാർശ കത്തും സുരേഷ് വികസന സമിതിയിൽ ഹാജരാക്കി. ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പറഞ്ഞ് വില്ലേജ് ഓഫീസറെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ലൈഫിൽ വീട് വയ്ക്കാൻ 5 സെന്റിന് അനുമതിക്ക് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് പണക്കാർക്ക് ഏക്കർ കണക്കിന് ഭൂമി തരം മാറ്റാൻ ഒത്താശ ചെയ്തതെന്നും സുരേഷ് ആരോപിച്ചു. ഡാറ്റാ ബാങ്കിൽ 46/2A കാണാനില്ല, ഉൾപ്പെട്ടിട്ടില്ല. ഈ ഇതിൽ സബ് കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? സബ് കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പറയുന്ന സംഗതികൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന കോപ്പി അതാണ്. കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ പറയുന്നത് ഈ ടീ സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കുളം 3 മീറ്റർ ആഴവും 1.20 മീറ്ററും ഇതിലുള്ള കുളം വേണം. അതിന്റെ സൈഡിൽ 4 മീറ്റർ വീതിയിലുള്ള ഇത് വേണം. ആ അപേക്ഷാ ഭൂമിയിൽ 1320 സ്ക്വയർ മീറ്ററിന്റെ ബിൽഡിങ്ങെ കെട്ടാൻ പാടൂ. 5 അവകാശികളുള്ള സ്ഥലം മണ്ണിട്ട് നികത്തുകയാണ്. ഇതെവിടെ ബിൽഡിംഗ് കെട്ടുക? അപ്പൊ റവന്യൂ വകുപ്പിൽ കാര്യമായ അഴിമതി നടന്ന് ഈ റിപ്പോർട്ടുകൾ കൃഷി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്. ഒരു കടലാസ് വെച്ചിട്ട് അതിൽ പറയാത്ത കാര്യം ഉൾപ്പെട്ടു എന്ന് പറയുന്ന സംഗതിയിൽ വളരെയധികം പ്രശ്നമുണ്ട്. അപ്പൊ ഇത് കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്, അതിന്റെ തന്നെ തലപ്പത്തിരിക്കുന്ന RDO ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള വലിയ ഒരു റാക്കറ്റ് ഇതിന്റെ പിന്നിലുണ്ട്. അംഗങ്ങളായ M ഉണ്ണീൻ, ബാലൻ പൊറ്റശ്ശേരി, AK അബ്ദുൾ അസീസ്, സദക്കത്തുള്ള പടലത്ത്, അബ്ദുള്ള തുടങ്ങിയ അംഗങ്ങളും സുരേഷിനെ പിന്തുണച്ചു. ഫോം 6 പ്രകാരം സർക്കാരിലേക്ക് 20,56,900 രൂപ അടച്ചാണ് ഭൂമി തരം മാറ്റാൻ ഉത്തരവ് നേടിയതെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. പണക്കാർക്ക് ഒരു നിയമവും സാധാരണക്കാർക്ക് മറ്റൊരു നിയമവും എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും അതുകൊണ്ടാണ് കുമരംപുത്തൂരിലെ പാത്തുമ്മയെപ്പോലുള്ളവർ വീട് വയ്ക്കാൻ 6 സെന്റിന് KLUവിനായി ഓഫീസുകൾ കയറി ഇറങ്ങുന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു. രേഖയിൽ നഞ്ച എന്നുള്ള സ്ഥലം എങ്ങനെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാതെ പോയെന്നും ഉൾപ്പെടാതിരുന്നതുകൊണ്ട് പാടം പറമ്പാകുന്നത് എങ്ങനെയെന്നും അടുത്ത സമിതി യോഗത്തിൽ വ്യക്തമാക്കണമെന്ന് PR സുരേഷ് ആവശ്യപ്പെട്ടു. നെൽവയൽ നികത്തുന്നതിന് എതിരെ നടപടി വേണമെന്ന് വികസന സമിതിയിൽ നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമില്ലാത്തതിൽ മുതിർന്ന അംഗം M ഉണ്ണീൻ പ്രതിഷേധിച്ചു. അടുത്ത യോഗത്തിൽ KSKTയുടെ കൊടി പിടിച്ച് സഭ നടക്കുന്ന ഹാളിനു പുറത്തിരിക്കുമെന്ന് ഉണ്ണീൻ പറഞ്ഞു. കാലമായി ഓരോ കാര്യത്തെക്കുറിച്ച് പറയുന്നു. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറുണ്ടോ? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള മേലധികാരികൾ തയ്യാറുണ്ടോ? ചിലരൊക്കെ അവരങ്ങോട്ട് കൂടുക, അവരങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക ചില കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോൾ വിയക്കുറിശ്ശിയുടെ കാര്യം, നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ. സുരേഷ് പറഞ്ഞിട്ട് അവസാന ഒരു ഭാഗം താഴത്ത് നെൽകൃഷിയാണ്. അത് പറയാൻ അവിടെ നെൽകൃഷി ഇല്ലല്ലോ. ആ രാജ്യത്ത് നെൽകൃഷിയില്ല. മുതിർന്ന അംഗം M ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ K രേവ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ C വിനോദ്, P അബ്ദുറഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ ചൊല്ലി താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. മാലിന്യങ്ങൾ സമയബന്ധിതമായി ശേഖരിക്കുന്നില്ലെന്നും പുതിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് QR കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുന്നുവെന്നുമാണ് ആരോപണം. നിലവിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറുന്നതിനായി ഫീസ് അടച്ച രസീറ്റും ഒപ്പം ഇതിന്റെ നടപടിക്രമങ്ങൾ ഡിജിറ്റലാക്കാൻ സ്ഥാപനത്തിൽ QR കോഡ് സംവിധാനവും ആവശ്യമാണ്. ചില ഹരിതകർമ്മസേനാംഗങ്ങൾ വിവരമറിയിച്ചാലും ഇത്തരം സേവനങ്ങൾക്ക് സമയബന്ധിതമായി എത്തുന്നില്ലെന്നും ഇത് സ്ഥാപനങ്ങളുടെ ലൈസൻസ് ലഭിക്കുന്നതിന് പോലും തടസ്സമാകുന്നുവെന്നുമാണ് പ്രതിനിധികളുടെ ആക്ഷേപം. ഇതിനു പുറമെ പലയിടത്തും മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. കൃത്യസമയത്ത് ഇവ ശേഖരിക്കുന്നില്ല. മാലിന്യത്തിന്റെ അളവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പതിവാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അംഗീകൃത ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും
അടുത്ത ആഴ്ച മുതൽ ഇവർ പ്രവർത്തനം ഏറ്റെടുക്കുമെന്നുമായിരുന്നു നഗരസഭാ അധികൃതരുടെ മറുപടി. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ യാർഡിന് അഭിമുഖമായി നിർത്തിയിടുന്ന സംവിധാനം വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, തഹസിൽദാർ ആൻഡോ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാത്ത വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്തു. കഴിഞ്ഞ മാസത്തിലെ താലൂക്ക് സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥിരമായി പങ്കെടുക്കാത്തത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ മാസത്തിൽ നടന്ന പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ സ്ഥിരമായി എത്താത്തത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇതേ തുടർന്ന് അടുത്ത യോഗം മുതൽ എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ മാർച്ച് 2-ന് ശനിയാഴ്ച ചേർന്ന താലൂക്ക് സഭയിലും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എത്തിയില്ല. യോഗത്തിൽ എത്താത്ത ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്തു. ആരോഗ്യം, വിദ്യാഭ്യാസം, പോലീസ്, മോട്ടോർ വാഹനം, ഫയർ, എക്സൈസ്, ഫോറസ്റ്റ്, ഭക്ഷ്യവകുപ്പ്, ഫോറസ്റ്റ് ലീഗൽ മെട്രോളജി തുടങ്ങിയ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എത്തിയില്ല. 16 ഗ്രാമപഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളുടെ സെക്രട്ടറിമാർ മാത്രമാണ് യോഗത്തിൽ എത്തിയത്. യോഗത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വകുപ്പ് തല മേധാവികളുടെ യോഗം വിളിച്ചു ചേർക്കണമെന്ന് CPM നേതാവ് NP ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. കർഷകർ സംഭരിച്ചു നൽകിയ നെല്ലിന് ഇതുവരെയും വില കിട്ടിയിട്ടില്ലെന്ന് NCP നേതാവ് ഹംസ പാലൂർ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയാൻ എക്സൈസ് ശക്തമായി ഇടപെടണമെന്നും ഹംസ പാലൂർ ആവശ്യപ്പെട്ടു. 1977 ജനുവരി 1-ന് മുമ്പ് വനഭൂമി കയ്യേറി താമസിക്കുന്നവരെ സർവേ നടത്തി കണ്ടെത്തി അവർക്ക് പട്ടയം അനുവദിക്കാൻ പദ്ധതിയുണ്ടെന്ന് LA തഹസിൽദാർ P രാജഗോപാൽ അറിയിച്ചു. RDO ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരോട് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നതായി പരാതി ഉയർന്ന ജീവനക്കാരിക്കെതിരെ നടപടി വേണമെന്ന് നജീബ് കാന്തപുരം MLA-യുടെ പ്രതിനിധി ഷൈഷാദ് തെക്കേതിൽ ആവശ്യപ്പെട്ടു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ സ്തംഭിച്ചു കിടക്കുന്ന പെരിന്തൽമണ്ണ ഭാഗത്തെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM പ്രതിനിധി NP ഉണ്ണികൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മു കുൽസു, കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലയ്ക്കൽ, ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓപ്പൺ ജിംനേഷ്യം ഒരുങ്ങുന്നു. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കെ കായിക മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഓപ്പൺ ജിംനേഷ്യം ഒരുങ്ങുന്നത്. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ ജിംനേഷ്യം തുറന്നുകൊടുക്കുന്നതിനുള്ള അവസാന മിനുക്കുപണികളിലാണ്. കായികക്ഷമത നിലനിർത്തുന്നതിനുള്ള എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും ഓപ്പൺ ജിംനേഷ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും നിരവധി പേർ വ്യായാമത്തിനെത്തുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ ഓപ്പൺ ജിംനേഷ്യം ഒരുക്കിയത് കായിക പ്രേമികൾക്ക് വലിയ സൗകര്യമാകും. മാർച്ച് 11-ഓടുകൂടി ഓപ്പൺ ജിംനേഷ്യം കായിക പ്രേമികൾക്ക് തുറന്നു കൊടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പറഞ്ഞു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെർപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആധുനിക രീതിയിലുള്ള ഓപ്പൺ ജിമ്മിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയാണ് ഓപ്പൺ ജിമ്മിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ 10-ാം തീയതി 11-ാം തീയതി കൂടി എൻ്റെ ഉദ്ഘാടകൻ സമയം കൃത്യം ആലോചിച്ചില്ല എന്നുള്ള പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നഗരസഭാ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. ശാരീരിക കായികക്ഷമത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അതിനനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്.
അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ മുൻപ് പൂർത്തീകരിച്ചിരുന്നു. സ്റ്റേഡിയം നിർമ്മാണം സംബന്ധിച്ചുള്ള TPR MLAക്ക് കൈമാറാൻ തീരുമാനിച്ചതായും ചെയർമാൻ പറഞ്ഞു. കൂടാതെ വയോമിത്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് പരിസരത്ത് ആരംഭിക്കുന്ന പകൽ വീട് മാർച്ച് 6-ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടാവുക എന്നുള്ളത്. ഭരണസമിതി കഴിഞ്ഞ കാലത്ത് അതിലേക്ക് ആവശ്യമായ ലഭ്യമാകുന്ന ഫണ്ടുകളൊക്കെ വിനിയോഗിക്കാവുന്ന രീതിയിൽ ഒരു DPR തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരമായ ഒരു DPR ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ളൊരു ഏജൻസിയെ ഏൽപ്പിക്കുകയും നല്ല രീതിയിൽ അതിനാവശ്യമായ DPR തയ്യാറാക്കി ഈ വരുന്ന 6-ാം തീയതി ആ DPR ഷൊർണൂർ MLA മമ്മിക്കുട്ടിക്ക് കൈമാറുന്ന ചടങ്ങ് കൂടി ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത ചടങ്ങിൽ ഇവിടുത്തെ എല്ലാ കായിക പ്രേമികളും പങ്കെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 6-ാം തീയതി 4 മണിക്കാണ് EMS സ്മാരക ടൗൺ ഹാളിൽ വെച്ച് പ്രസ്തുത ചടങ്ങ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വയോജന സൗഹൃദ കേന്ദ്രം പകൽ വീട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ വയസ്സായ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മാനസിക ഉല്ലാസത്തിന് അവർക്ക് പകൽ സമയം ചെലവഴിക്കുന്നതിനൊക്കെയുള്ളൊരു കേന്ദ്രം ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് പരിസരത്ത് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന 6-ാം തീയതി 3 മണിക്ക് ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ഉദ്ഘാടനം ചെയ്തതോടുകൂടി അതിൻ്റെ പ്രവർത്തനം തുടങ്ങാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. എന്തായാലും വയോജന സൗഹൃദമായിരിക്കണം കേരള സംസ്ഥാനം എന്ന കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനത്തോടൊപ്പം ചെറുപ്പശ്ശേരി നഗരസഭയിലും വയോജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആധുനിക സംവിധാനങ്ങളോടെ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് പെരിന്തൽമണ്ണ നഗരസഭ 46 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കും. BOT വ്യവസ്ഥയിൽ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് 94.75 സെന്റ് സ്ഥലമാണ് വേണ്ടത്. ഇതിൽ 48.76 സെന്റ് സ്ഥലം നേരത്തെ ഏറ്റെടുത്തിരുന്നു. കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ജൂബിലി റോഡിലേക്കുള്ള റോഡിനോട് ചേർന്ന 94.75 സെന്റ് സ്ഥലമാണ് ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കാൻ നഗരസഭ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 48.76 സെന്റ് സ്ഥലം നഗരസഭ നേരത്തെ ഏറ്റെടുത്തതാണ്. BOT വ്യവസ്ഥയിൽ ആധുനിക മത്സ്യ മാർക്കറ്റ് പദ്ധതി നടപ്പാക്കുന്ന PM ഫിഷ് കമ്പനി ഇവിടെ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. 46 സെന്റ് സ്ഥലം കൂടിയും ഏറ്റെടുത്താൽ മാത്രമേ പൂർണ്ണമായും ആധുനികവൽക്കരിച്ചുള്ള മത്സ്യ മാർക്കറ്റ് സജ്ജമാക്കാൻ സാധ്യമാവൂ. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് 24 ലക്ഷം രൂപ നഗരസഭ സർക്കാരിലേക്ക് അടവാക്കിയതുമാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർവേയറെ ചുമതലപ്പെടുത്തണമെന്നും ഏറ്റെടുത്ത ശേഷം അടവാക്കിയ തുകയിൽ ബാക്കി വരുന്ന തുക തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭ സർക്കാരിലേക്ക് കത്തയച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ് സംവിധാനം യാഥാർത്ഥ്യമാക്കുമെന്നും നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആധുനിക ഫിഷ് മാർക്കറ്റ് സ്ഥലമെടുപ്പ് നടപടികൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. 94.75 സെൻറ്റ് സ്ഥലമാണ് അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 48.75 സെൻറ്റ് മുനിസിപ്പാലിറ്റി നേരിട്ട് അക്വയർ ചെയ്തു കഴിഞ്ഞു. ഇനി 46 സെൻറ്റ് സ്ഥലം കൂടി അക്വയർ ചെയ്യേണ്ടതുണ്ട്. മുഴുവൻ സ്ഥലവും അക്വയർ ചെയ്യാനാണ് സർക്കാരിലേക്ക് 23 ലക്ഷം രൂപ അടച്ചിരുന്നത്. മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ കുറച്ച് ബാക്കി 46 സെൻറ്റ് സ്ഥലം
സർക്കാർ ഏറ്റെടുത്ത് അധിക തുക തിരിച്ച് നഗരസഭയ്ക്ക് ലഭ്യമാക്കണമെന്നാണ് കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന മത്സ്യ മാർക്കറ്റ് ആധുനിക രീതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മൊത്തം ജനങ്ങൾക്കും ഗുണപ്രദമാകുന്ന രീതിയിലും തീർത്തും മാലിന്യമുക്തമായിട്ടും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനാണ് നഗരസഭ ആലോചിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് ഇവിടെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മത്സ്യ മാർക്കറ്റ് പൂപ്പലത്തേക്ക് മാറ്റിയിട്ട് വർഷങ്ങളായി. സ്ഥലം പൂർണ്ണമായും ഏറ്റെടുത്താൽ ആധുനിക മത്സ്യ മാർക്കറ്റ് തുറക്കുന്നതിൻ്റെ പ്രവൃത്തികൾ PM ഫിഷ് കമ്പനിക്ക് ആരംഭിക്കാനാവും. 39 വർഷത്തേക്കാണ് PM ഫിഷ് കമ്പനിക്ക് നഗരസഭ BOT നൽകിയിരിക്കുന്നത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് പള്ളിപ്പടി കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനാനുമതിക്ക് വില്ലേജ് ഓഫീസർ വ്യാജ സ്കെച്ച് നിർമ്മിച്ച് നൽകിയെന്നാരോപിച്ച് ക്വാറി വിരുദ്ധ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 5-ന് പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനവാസ മേഖലയിൽ ക്വാറി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് സ്കെച്ചിലില്ലാത്ത സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുതിയ വഴി നിർമ്മിച്ചാണെന്നാണ് ക്വാറി വിരുദ്ധ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നത്. സമരസമിതി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ സ്കെച്ച് ലഭിച്ചതോടെയാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത്. ക്വാറിയുടെ നിലവിലെ പ്രവർത്തനം മൂലം പരിസരത്തുള്ള 12ലധികം വീടുകൾക്ക് സാരമായ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് ക്വാറിയുടെ പ്രവർത്തനം നടക്കുന്നതെന്നും ക്വാറി വിരുദ്ധ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ക്വാറിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും വില്ലേജ് ഓഫീസർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും ക്വാറി വിരുദ്ധ സമിതി രക്ഷാധികാരി മൊയ്തീൻകുട്ടി മാസ്റ്റർ, ചെയർമാൻ അഷ്റഫ് ചുങ്കത്ത്, കൺവീനർ അബ്ദുള്ള, ഖജാൻജി മുഹമ്മദ് കുട്ടി, റഫീഖ് കോടനാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിഷയമുന്നയിച്ച താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് 5-ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. ചൂരക്കോട് 11-ാം വാർഡിലെ പള്ളിപ്പടി ഭാഗത്തുള്ള പുതിയ ഒരു കരിങ്കൽ കോറി സർവേ നമ്പർ 35/1 ആരംഭിക്കുകയുണ്ടായി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തേക്ക് നിലവിലൊരു വഴിയില്ല. ആ പ്രോപ്പർട്ടി ഉടമസ്ഥന് അതിലേക്കൊരു വഴിയില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടൊരു കോറിക്ക് പെർമിഷൻ കിട്ടിയതെന്നുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ, കാരണം അവിടെയുള്ള അധികം ആളുകളും വിദേശത്താണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ ഭാര്യമാർ അവരുടെ വീടുകൾക്ക് വിള്ളലുണ്ടായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്നതിന് വേണ്ടി വല്ലപ്പുഴ വില്ലേജ് ഓഫീസിൽ പോയി. പക്ഷെ ആ പരാതി സ്വീകരിക്കുവാൻ വില്ലേജ് ഓഫീസർ തയ്യാറായില്ല. അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ പരാതി പട്ടാമ്പി തഹസിൽദാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ തഹസിൽദാരുടെ അടുത്ത് പോയി അദ്ദേഹം ഒരു നോട്ട് എഴുതി കൊടുത്തു, ഇവരുടെ പരാതി സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനുശേഷമാണ് വല്ലപ്പുഴ വില്ലേജ് ഓഫീസർ പരാതി സ്വീകരിക്കാൻ പോലും സന്നദ്ധനായി. മണ്ണാർക്കാട് നൊട്ടമലയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് തെറിപ്പിച്ച കാൽനടയാത്രക്കാരൻ മരിച്ചു. നൊട്ടമല കൈപ്പുള്ളിത്തൊടി സൈതലവി എന്ന മാനുക്കയാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. ഫെബ്രുവരി 26 തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. വിയകുറിശ്ശിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ചു തെറിപ്പിക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നത് ദൃശ്യത്തിലുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ സേതലവിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ച ഉച്ചയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചരിത്രപ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 11-ന് കൊടിയേറ്റവും വൈകിട്ട് നഗരപ്രദക്ഷിണ ഘോഷയാത്രയും നടക്കും. കേന്ദ്ര ആഘോഷ കമ്മിറ്റിക്ക് പുറമെ 50ഓളം ഉപാഘോഷ കമ്മിറ്റികളുടെ പരിപാടികളും നേർച്ചയ്ക്ക് നിറച്ചാർത്തേകും. 110ാമത് പട്ടാമ്പി നേർച്ചയാണ് ദേശീയോത്സവമായി ഞായറാഴ്ച ആഘോഷിക്കുന്നത്. രാവിലെ 11-ന് യാറം പരിസരത്ത് നേർച്ചയ്ക്ക് കൊടിയേറ്റും. വൈകിട്ടോടെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആഘോഷവരവുകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിക്കും. തുടർന്ന് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മതസൗഹാർദ്ദ ഘോഷയാത്ര നടക്കും. ആലൂർ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് നേർച്ച ആഘോഷിക്കുന്നത്. മതമൈത്രിയുടെ ഉത്സവം കൂടിയാണ് പട്ടാമ്പി നേർച്ച. വൈകിട്ട് നടക്കുന്ന നഗരപ്രദക്ഷിണ ഘോഷയാത്രയ്ക്ക് മുന്നിൽ നേർച്ചയ്ക്ക് നേതൃത്വം നൽകിയ റാവുത്തന്മാർ ആനകളും വാദ്യഘോഷങ്ങളുമായി അണിനിരക്കും.
ഇവരെ കേന്ദ്ര നേർച്ചയാഘോഷ കമ്മിറ്റി ഭാരവാഹികളും പൗരപ്രമുഖരും ചേർന്ന് സ്വീകരിച്ച് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിക്കും. ഘോഷയാത്രയിൽ 58 ഉപാഘോഷ കമ്മിറ്റികളിൽ നിന്നായി ആനകളും വാദ്യഘോഷങ്ങളും അണിനിരക്കും. നേർച്ചയുടെ ഭാഗമായി ടൗണിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 3:30 മുതൽ പുലർച്ചെ വരെയുമാണ് ഗതാഗത നിയന്ത്രണം. ട്രാഫിക് റെഗുലേഷൻസ് പോലീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് 3-ാം തീയതി. അത് 2 ഘട്ടമായിട്ടാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഒന്ന് കൊടിയേറ്റത്തിൻ്റെ സമയം, അത് രാവിലെ 11 മണിക്കാണ് കൊടിയേറ്റം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു 10 മണി മുതൽ 12 മണി വരെ, രാവിലെ 10 മുതൽ 12 മണി വരെ 2 മണിക്കൂറും, പിന്നെ വൈകിട്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് 3:30 മണി മുതൽ 9:30 മണി വരെ, വൈകുന്നേരം 3:30 മുതൽ 9:30 വരെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പോലീസ് ക്രമീകരണം. അത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, പട്ടാമ്പിയിലേക്ക് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൊപ്പം, തൃത്താലക്കൊപ്പം എന്നീ സ്ഥലങ്ങളിലാണ് ഡൈവർഷൻ ഉദ്ദേശിക്കുന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്നാണ് ഡൈവർഷൻസ്. അത് ഏത് ഭാഗത്തേക്കാണെന്നുള്ള വ്യക്തമായിട്ടൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് 2 ഭാഗത്താണ് ഡൈവർഷൻസ് ഉള്ളത്. ഒന്ന് കൂറ്റനാട് ജംഗ്ഷനിലുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു 3-4 ഇൻസിഡൻസ് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് ഇവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് തന്നെ ഇത് നേർച്ചയുടെ കേന്ദ്ര കമ്മിറ്റിയുമായും പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന 60ഓളം ഉപകമ്മിറ്റികളുമായി ഉൾപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സമയക്ലിപ്തത പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിയമപരമായിട്ട് അവർ പാലിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കും. 1977 മുൻപായി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്നവരിൽ അർഹരായവരെ കണ്ടെത്തി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്താൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച യോഗം ചേർന്നിരുന്നു. 1977 ജനുവരി 1 മുമ്പായി വനഭൂമിയിൽ താമസിച്ചു വരുന്ന സ്വന്തമായി ഭൂമി കൈവശമുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് തീരുമാനം. വില്ലേജ് പരിധികളിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഫോറസ്റ്റ് ഭൂമിയിൽ കടന്നു കയറി അവിടെ വീട് വെച്ച് താമസിക്കുകയും ഒപ്പം തന്നെ അവിടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ കൃഷി ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള നയപരമായിട്ട് തീരുമാനമാണ് ഇവർക്ക് ഈ സ്ഥലം പതിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ പതിച്ചു കൊടുക്കുമ്പോൾ ആ ഭൂമിയുടെ അവകാശം തീർച്ചയായിട്ടും അവരിലേക്ക് നിശ്ചിതമാവുകയും അവർക്ക് ആ ഭൂമി സ്വന്തം നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലും അർഹരായവരെ കണ്ടെത്തി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഈ മാസം 1 മുതൽ 15 വരെ തീയതിക്കുള്ളിൽ റവന്യൂ, വനം വകുപ്പ്, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത പരിശോധന നടക്കുമെന്ന് വെട്ടത്തൂർ 1 വില്ലേജ് ഓഫീസർ വി രാമനാഥൻ പറഞ്ഞു. കാര്യവട്ടം വില്ലേജ് പരിധിയിൽ 15-ാം വാർഡിൽ മണ്ണാർമല ഭാഗത്താണത്. അവിടെ 4 SC ഫാമിലികളുണ്ട്. ഈ 4 SC ഫാമിലികളിൽ പെട്ടിട്ടുള്ള അവർ ആദിവാസികളാണ്. അപ്പോൾ അവർ തികച്ചും അർഹരാണെന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഹൈദരാലി എന്നവർ യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് അപേക്ഷ വാങ്ങിയതിനു ശേഷം തുടർന്ന് ചെയ്തിരിക്കുന്നതാണ്. കാര്യവട്ടം മണ്ണാർമല 15-ാം വാർഡിൽ അർഹരായ 4 ആദിവാസി കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ പട്ടയം നൽകുന്നതിൻ്റെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികൾ, വിവിധ വില്ലേജ് ഓഫീസർമാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരെ പങ്കെടുപ്പിച്ച് വെള്ളിയാഴ്ച യോഗം ചേർന്നിരുന്നു. N. ഷംസുദ്ദീൻ MLAയുടെ ഫ്ലൈയിംഗ് പദ്ധതിയിലൂടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ അംഗനവാടി കുട്ടികൾക്ക് ഉച്ച വിശ്രമത്തിനുള്ള ബെഡുകൾ വിതരണം ചെയ്തു. 2023-24 വർഷത്തെ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിൽ 625 ബെഡുകളുടെ വിതരണം പൂർത്തിയാക്കി. അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും അട്ടപ്പാടിയിലുമായി 625 ബെഡുകളാണ് വിതരണം ചെയ്തത്. ICDS സൂപ്പർവൈസർമാർ, ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർ നൽകിയ
ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബെഡുകൾ നൽകിയത്. അലനല്ലൂർ, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തുകളിലേക്കും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുമായി 100 എണ്ണം വീതവും കുമരംപുത്തൂർ, തെങ്കര ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 75 എണ്ണം വീതവും അട്ടപ്പാടിയിലേക്ക് 178 എണ്ണവുമാണ് നൽകിയത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ബെഡുകളുടെ വിതരണോദ്ഘാടനം എൻ ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് വിശ്രമമുണ്ടോ? ചെറിയ മക്കളെ അപ്പോൾ പലയിടത്തും വലിയ ആക്ഷേപങ്ങളുണ്ട്. ഈ പുൽപ്പായയിലും പ്ലാസ്റ്റിക്കിന്റെ പായയിലും ഒക്കെ കിടന്നിട്ട് കുട്ടികൾ ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ മുഖത്ത് നിന്ന് പായയുടെ ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒരു ആക്ഷേപം പറഞ്ഞപ്പോൾ ഇങ്ങനെ അംഗനവാടികൾക്കായിട്ട് നമ്മുടെ കയർ ഫണ്ട് മെത്തകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ അതിന് MLA ഫണ്ടിൽ നിന്ന് അത് വാങ്ങാൻ അനുവാദവും വാങ്ങി. അങ്ങനെ അതിന് 5 ലക്ഷം രൂപക്കുള്ള അനുമതിയെ കിട്ടിയിട്ടുള്ളൂ. ഒരു വർഷം 5 ലക്ഷം രൂപയെ ഇതിന് വിനിയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ 5 ലക്ഷം രൂപ വിനിയോഗിച്ച് നമുക്ക് 625 ബെഡുകൾ കിട്ടും. അപ്പോൾ അത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കുമായിട്ട് CDPOയോടും ICDSന്റെ ബന്ധപ്പെട്ടവരോടും ആലോചിച്ച് ഡിവൈഡ് ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതൊടി, സ്ഥിരം സമിതി അധ്യക്ഷരായ MK ബക്കർ, റംല, വാർഡംഗങ്ങളായ ഷൗക്കത്ത്, P ബഷീർ, K ഹംസ, M അലി, അശ്വതി, K വേണുഗോപാൽ, ഉസ്മാൻ കൂരിക്കാടൻ, CDPO ഓമന, ICDS സൂപ്പർവൈസർ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. CITU മണ്ണാർക്കാട് ഡിവിഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശശി ഉദ്ഘാടനം ചെയ്തു. പുതിയ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനം അവർ കൈക്കൊണ്ട് കഴിഞ്ഞു. രാജ്യം അധികാരത്തിലിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അപ്പം എന്ന് പറഞ്ഞാൽ അർത്ഥം രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതിയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സുപ്രധാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്ത് നടന്നു കഴിഞ്ഞു. ഒന്ന്, പൗരത്വ ഭേദഗതി ബിൽ യാഥാർത്ഥ്യമാക്കപ്പെട്ടു. കേരളത്തിലിപ്പോൾ മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്. ചില ആളുകളുടെ ധാരണ ഇവിടെ ചില ആളുകളുടെ തലയിൽ കിട്ടും തൊപ്പിയും അതിൻ്റെ പവർ കൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് എന്നുള്ളതാണ് പലരുടെയും ധാരണ. ഡിവിഷൻ പ്രസിഡന്റ് M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കോടതിപ്പടി ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ കത്തിപ്പിടിച്ചു നടന്ന അപകടത്തിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിയ കോടതിപ്പടി ഹെഡ്ലോട്ട് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ അംഗം കൂടിയായ ഗഫൂറിനെ ആദരിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി P മനോമോഹൻ, ജില്ലാ കമ്മിറ്റി അംഗം പ്രശോഭ്, ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി KP മസൂദ്, ഹക്കീം മണ്ണാർക്കാട് എന്നിവർ പ്രസംഗിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. വാണിയംകുളം ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. ഗംഭീരമേളവും കൂട്ടിയെഴുന്നള്ളിപ്പും പൂരത്തിന്റെ ഭാഗമായി നടന്നു. രാവിലെ പ്രത്യേക പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പഞ്ചവാദ്യം അരങ്ങേറി. പോഴത്തുമനക്കിൽ നിന്നും ഗജവീരന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പുണ്ടായി. പടിഞ്ഞാറ്റുമുറി, ജൂബിലി, തെക്കുമുറി, ആശാരിത്തറവേലകൾ, ഗജവീരന്മാരുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയിൽ ക്ഷേത്രമൈതാനിയിലെത്തി.
കല്ലുവഴി മുരളി നമ്പീശന്റെ നേതൃത്വത്തിൽ മേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് ദുർഗാ വിശ്വനാഥിന്റെ ഗാനമേള, വട്ടേക്കാട് ജിജുവിന്റെ തായമ്പക, ചെറുപ്പശ്ശേരി ജയവിജയന്മാരുടെ ഇരട്ടത്തായമ്പക എന്നിവയുണ്ടായി. ശനിയാഴ്ച പുലർച്ചെ 2-ന് താലം കൊളുത്തി പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 6:45-ന് കൊടിയിറക്കത്തിനു ശേഷം വലിയാറോട്ടോടെയാണ് താലപ്പൊലി ചടങ്ങുകൾ അവസാനിക്കുക. പെരിന്തൽമണ്ണ വെസ്റ്റ് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും സ്വന്തമായി മാസിക തയ്യാറാക്കി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ വെസ്റ്റ് GLP സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വന്തമായി മാസിക തയ്യാറാക്കിയത് ഈ അധ്യയന വർഷത്തിലെ മികവുറ്റ പ്രവർത്തനമായി. എഴുത്തും വായനയും പരിപോഷിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സർഗാത്മക ശേഷി വളർത്താനും ഇത്തരമൊരു പ്രവർത്തനം സഹായകമായി. ഉപജില്ലാ ഓഫീസർ KT കുഞ്ഞുമൊയ്തു പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSK മലപ്പുറം പ്രൊജക്ട് കോർഡിനേറ്റർ P മനോജ് കുമാർ, BPC സുനിൽകുമാർ, C ദിവാകരൻ, ശ്രീധരൻ മാസ്റ്റർ, ലിയാഖത്ത് അലിഖാൻ, ചന്ദ്രശേഖരൻ, രജീഷ് AB, പ്രധാന അധ്യാപകൻ P മണികണ്ഠൻ, സക്കീർ ഹുസൈൻ, എഴുത്തുകാരിയും വിദ്യാരംഗം പ്രവർത്തകയുമായ ബിന്ദു പരിയാപുരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 1-2 ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ ചിത്രകഥയും ഇംഗ്ലീഷ് റിഡിൽസ് മാസികയും പ്രകാശനം ചെയ്തു. മുളയങ്കാവ് ശ്രീ സരസ്വതി വിദ്യാനികേതൻ CBSE വിദ്യാലയത്തിൽ IT ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ നേവി നാവികനുമായ ശ്രീരാജ് KP ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സുനിത G മേനോൻ അധ്യക്ഷയായി. മാനേജർ N മണികണ്ഠൻ, അഡ്മിനിസ്ട്രേറ്റർ T രാജൻ, IT ടീച്ചർ ബിന്ദുജ, അഞ്ജന PP എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. ഉപഭോക്താക്കൾക്കായി 1.5 ലക്ഷം രൂപ സമ്മാനം ഒരുക്കിക്കൊണ്ട് ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി. 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് ലക്ഷാധിപതിയാവാനുള്ള അവസരമാണ് കനിഹ ഇത്തവണ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 1 മുതൽ ആരംഭിച്ച കനിഹയിലെ ഓഫറുകളുടെ പ്രചാരണത്തിന് ശനിയാഴ്ച തുടക്കം കുറിച്ചു. ആഘോഷങ്ങളെ വരവേൽക്കാൻ പുത്തൻ സ്റ്റോക്കുകളും സമ്മാനങ്ങളുമായി ഇത്തവണയും കനിഹ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലിക്ക് നറുക്കെടുപ്പിലൂടെ ലക്ഷാധിപതിയാവാനുള്ള അവസരവും ഇത്തവണയുണ്ട്. 1.5 ലക്ഷം രൂപയാണ് വിജയികളെ കാത്തിരിക്കുന്നത്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലിക്ക് 10,000 രൂപ വീതവും ബമ്പർ പ്രൈസ് ലഭിക്കുന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. കനിഹയിൽ നിന്നും 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൂപ്പൺ പൂരിപ്പിച്ച് നൽകുന്ന കസ്റ്റമേഴ്സിനാണ് സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാനുള്ള അവസരം. മാർച്ച് 1 മുതൽ ഏപ്രിൽ 30 വരെയാണ് ഓഫർ. റംസാൻ, വിഷു ഓഫറുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനായുള്ള പ്രചരണത്തിന് ശനിയാഴ്ച തുടക്കമായി.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി സുനിൽ ബാബു ഫ്ലാഗ് ഓഫ് ചെയ്തു. റംസാനും പ്രമാണിച്ച് ഏറ്റവും ആദ്യം ഒറ്റപ്പാലത്ത് ഒരു ഓഫർ അനൗൺസ് ചെയ്തത് കനിഹയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും കനിഹയ്ക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ നൂതനമായ ഈ തരത്തിൽ വാഹനങ്ങൾ പ്രചരണം നടത്തി ഈ കൂപ്പണുകളും ഇതിൻ്റെ പരസ്യവും എല്ലാ ഭാഗത്തും എത്തിക്കാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഇനീഷ്യേറ്റീവ് എന്തായാലും ഇന്ന് മാർക്കറ്റിന് ആവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ കച്ചവടക്കാരും അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലം മാർക്കറ്റ് തന്നെ ഒരു എന്താ പറയുക പാലക്കാട് ജില്ലയിൽ നല്ലൊരു മാർക്കറ്റായിട്ട് മാറും. യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് പി ലത്തീഫ്, കനിഹ വെഡിംഗ് സെന്റർ മാനേജർ കെ മാങ്കുർഷി, മാനേജിംഗ് പാർട്ണർമാരായ മുഹമ്മദ് അനസ്, മുസ്തഫ, അബ്ദുൾ നിസാർ, വ്യാപാരി സുഹൃത്ത് ഇക്ബാൽ തുടങ്ങിയവരും സന്നിഹിതരായി. 13 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന കനിഹയിൽ ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻ തന്നെയാണ് 2 നിലകളിലായി ആഘോഷങ്ങളെ വരവേൽക്കാനായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി മാനേജർ കെ മാങ്കുർഷി പറഞ്ഞു. നമ്മൾ ഇപ്രാവശ്യം റംസാൻ വിഷു പ്രമാണിച്ച് കനിഹയിലെ ഒരുപാട് ട്രെൻഡി ഐറ്റം വിലക്കുറവും കൂടിയിട്ടുള്ള സാധനങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ നമ്മളൊരു മെഗാ ബമ്പർ സമ്മാനം നമ്മൾ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം കനിഹയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് 500 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട്. അതിൽ നറുക്കിട്ടെടുക്കുന്ന ആൾക്ക് 1 ലക്ഷം രൂപയാണ് മെഗാ സമ്മാനമായിട്ട് കൊടുക്കുന്നതും 5 പേർക്ക് 10,000 വെച്ചിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗ്യശാലി നിങ്ങളിൽ ആരാണെന്ന് നമുക്കറിയില്ല. നിങ്ങളെല്ലാവരും വന്ന് കനിഹയിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അതിന് പുറമെ ഞങ്ങളൊരു ഇന്നോവ കാറും കുറച്ച് വാഹനങ്ങൾ നിങ്ങൾ മാർക്കറ്റിംഗ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് വന്ന് വീട്ടിൽ ക്ഷണിക്കുന്നതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കനിഹയിൽ വരണം. ഇപ്രാവശ്യത്തെ റംസാനും വിഷുവും കനിഹയുടെ കൂടെ ആയിരിക്കും. കനിഹ 13 വർഷമായിട്ട് ഒറ്റപ്പാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നാണ് എൻ്റെയും വിശ്വാസം. നിങ്ങളുടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആർദ്രമായി ഞാൻ ഈ പർച്ചേസിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം, അറസ്റ്റിലായ പ്രതിയുടെ പിതാവ് കൊപ്പം പഞ്ചായത്ത് CPM മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. മണ്ണാർക്കാട് പൊറ്റശ്ശേരിയിൽ നഞ്ചയെന്ന് രേഖപ്പെടുത്തിയ 1.5 ഏക്കറോളം സ്ഥലം തരം മാറ്റാൻ അനുമതി നൽകിയത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം. സബ് കളക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ വൻ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും സമിതി അംഗങ്ങൾ. ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ ചൊല്ലി താലൂക്ക് വികസന സമിതിയിൽ ആക്ഷേപം. മാലിന്യങ്ങൾ സമയബന്ധിതമായി ശേഖരിക്കുന്നില്ലെന്നും പുതിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് QR കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേഗത്തിൽ നൽകുന്നില്ലെന്നും പരാതി. പ്രവർത്തനം അംഗീകൃത ഏജൻസിക്ക് നൽകാൻ തീരുമാനിച്ചതായി നഗരസഭ. പെരിന്തൽമണ്ണ താലൂക്ക് സമിതിയിൽ വീണ്ടും ഉദ്യോഗസ്ഥരുടെ അഭാവം. പങ്കെടുക്കാത്ത വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്തു. പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വകുപ്പ് തല മേധാവികളുടെ യോഗം വിളിക്കണമെന്ന് CPM പ്രതിനിധി.
കായിക പ്രേമികൾക്കായി ചെർപ്പളശ്ശേരിയിൽ വരുന്നു ഓപ്പൺ ജിംനേഷ്യം. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഓപ്പൺ ജിംനേഷ്യം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു. പെരിന്തൽമണ്ണയിൽ ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് 46 സെന്റ് സ്ഥലം കൂടി നഗരസഭ ഏറ്റെടുക്കും. 48.76 സെന്റ് സ്ഥലം നേരത്തെ ഏറ്റെടുത്തിരുന്നു. BOT വ്യവസ്ഥയിലാണ് മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.